ഭരണി. ഭരണി എന്താണ്? പണ്ട് കാലത്ത് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺപാത്രമാണ്. ഇത് ഉണ്ടാക്കുന്നത് മണ്ണുകൊണ്ടാണ് അല്ലേ. ഇപ്പോൾ ഉള്ള പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഒന്നും അല്ല. അന്ന് പ്ലാസ്റ്റിക്കും സ്റ്റീലും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ് ഭരണി. ഭരണിക്ക് നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് ഭ. ഭ എങ്ങനെയാണ് എഴുതുന്നത്? ദാ എഴുതാൻ കുട്ടികൾക്കെല്ലാം അറിയത്തില്ലേ? ദാ എഴുതാൻ അറിയത്തില്ലേ? നോക്കിയേ, ദാ എങ്ങനെ എഴുതുന്നേ? ദാ ഇങ്ങനെ എഴുതുന്നതെന്നറിയാം. ഒരു റാ എഴുതിയിട്ട് ഇങ്ങനെ ഒരു കുനിപ്പാണെന്നറിയാം. ഭരണിയാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണമെന്നറിയാമോ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു വളവ് വരച്ചിട്ട് ഇങ്ങനെ തിരിച്ചെഴുതണം. ഇതാണ് എന്ത്? ഭ. ഭരണിയുടെ ഭ. മനസ്സിലായോ? ഒന്നുകൂടെ ടീച്ചർ എഴുതി കാണിക്കാം. റാ പോലെ വന്നിട്ട് ദാ വരയ്ക്കുന്നതുകൊണ്ട് ഇത്രയും വരണം. എന്നിട്ട് അകത്തോട്ട് വരച്ച് പുറത്തോട്ട് വരയ്ക്കണം. ഇവിടെ ഒരു നല്ലൊരു വളവ്, ഹെയർ പിൻ വളവ് പോലെ ഒരു വളവ് വരയ്ക്കണം. റാ പോലെ വരച്ചിട്ട് അകത്തോട്ട് വളച്ച് പുറത്തോട്ട് എടുക്കണം. ഇതാണ് എന്ത്? ഭ. ഭരണിന്ന് എങ്ങനെ എഴുതുന്നത്? റാ പോലെ വന്ന് ഭ എഴുതി ഭ രാ എങ്ങനെ? റാ എഴുതിയിട്ട് അകത്തോട്ട് വരയ്ക്കുമ്പോൾ രായായി അല്ലേ. നീ എങ്ങനെ? ഒരു വട്ടം ഇട്ടിട്ട് 3 റാ വരച്ചാൽ നായായി കേട്ടോ. എന്നിട്ട് ഈയുടെ ചിഹ്നം ഇടണം. ഇതാണ് എൻ്റെ ഭരണി. നോക്കിയേ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാ? പ, ഇഫ, ബ, ഇഫ, മ. പ, ഇഫ, ബ, ഇഫ, മ. അപ്പോൾ എഴുതാൻ എളുപ്പമാണ്. കുട്ടികൾക്കെല്ലാം റാ എഴുതാൻ അറിയാം അല്ലേ. പ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ചെറിയ റാ വരച്ചിട്ട് നീട്ടി വരച്ച് മുകളിലോട്ട് എടുത്താൽ എന്തായി? പായായി. ഇനി അടുത്തത് ചെറിയ റാ. ഇപ്പ എഴുതുന്ന ചെറിയ റാ. പാ എഴുതണം. ആദ്യം പാ എഴുതിയിട്ട് ഇപ്പം പാ നമ്മൾ എഴുതിയോൾക്ക് തന്നെ പാ എഴുതണം. എന്നിട്ട് തിരിച്ചൊരു റാ വരയ്ക്കണം അകത്തോട്ട്. മനസ്സിലായോ? അപ്പം എന്തായി? പാ. ബാ എഴുതാനാണ്. ബാ എഴുതാൻ നമ്മൾ ചെറിയൊരു കുനിപ്പിട്ടിട്ട് 2 റാ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വാ എഴുതുന്ന പോലെ ചെറിയ നീട്ടം ഇട്ടിട്ട് മേളിലോട്ട് എഴുതണം. ഇതാണ് ബാ. ഇനി ഭരണിയുടെ ഭാ നമ്മൾ പഠിച്ചല്ലേ. ദാ പോലെ എഴുതിയിട്ട് ഒരു ഹെയർ പിൻ വളവ് വരച്ച് ഇങ്ങനെ കേട്ടോ. ഇനി മാ എഴുതാൻ എളുപ്പമാണ്. മാ എഴുതാൻ എങ്ങനെയാ? മാ എഴുതാൻ ഒരു റാ വരയ്ക്കുക കണ്ടോ. റാ വരച്ചിട്ട് ഇങ്ങനെ വരച്ച് പിന്നെ ഇങ്ങനൊരു വരയും കൂടെ കൊടുത്താൽ എളുപ്പത്തിൽ മാ എഴുതാം. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മാ എഴുതാൻ ഇങ്ങനെ വരയ്ക്കുക. റാ പോലെ വരച്ചിട്ട് ഇതിങ്ങനെ അറ്റത്ത് മുട്ടിച്ചിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ വര മൂളി മുട്ടിക്കണം കേട്ടോ. ഇങ്ങനെ മാ എഴുതാൻ പഠിക്കണം കേട്ടോ. റാ വരയ്ക്കുന്ന റാ ഇവിടെ വന്നിട്ട് റായുടെ ഈ മൂളി ഇവിടെ കൊണ്ട് മുട്ടിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ച് ഈ ഇവിടെ ഇങ്ങനെ മുട്ടിച്ചാൽ എന്തായി? മായായി. ഇവിടെ നമ്മൾ പേന എടുത്തിട്ട് എഴുതണ്ടേ, അത് പ്രയാസമാണ്. നമ്മൾ അക്ഷരങ്ങളും വാക്കുകളും എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ മാ എഴുതി പഠിക്കുക. ഇവിടെ കൊണ്ട് മുട്ടിക്കുക, നീട്ടി വരയ്ക്കുക, എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ മേളിൽ മുട്ടിച്ചാൽ മതി. ഒന്നുകൂടെ എഴുതിക്കേ മാ. ഒന്നുകൂടെ എഴുതിക്കേ. റാ പോലെ വന്ന് ഇവിടെ മുട്ടിച്ചിട്ട് ചെറിയ നീട്ടി വരച്ച് മേളിൽ മുട്ടിക്കുക. ഇതാണ് എന്ത്? മാ. ഇനി ഇത് വായിച്ചേ. ഇതെന്താ? ഇത് ഏതക്ഷരമാ? പ അല്ലേ. ഇതെന്താ? ന. പണ. അമ്മിൻ്റെ ചിഹ്നം ഇട്ടാൽ പണം കണ്ടോ. ഇതെന്താ? നമ്മൾ പഠിച്ചു ഭ. ഇവിടെ ഭ എഴുതാൻ പഠിച്ചില്ലേ? ഭ. ലായാണിതല്ലേ. ഫലം. ഫലം എന്താ? ഫ്രൂട്ട് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന് പറയുന്ന പേരാണ് ഫലം. ഇനി ഇതെന്താ? നമ്മൾ ഈ ബാ പഠിച്ചില്ലേ? ഈ ബാ. ആ ബായല്ലേ ഈ കിടക്കുന്നേ. ഇത് കണ്ടോ? ബ ല ബലം. ബലം എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി, എനർജി ഒക്കെയാണ് ബലം എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിയേ. ഭാരതം. ഭാരതം എന്താ? നമ്മുടെ രാജ്യത്തിന്റെ പേരാണല്ലേ.